വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ എങ്ങനെ ഗുണ്ടയായി? BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി എന്ന് ആർ ശ്രീലേഖ IPS എന്ന മുൻ DGPയും നിലവിൽ ശാസ്തമംഗലം കൗൺസിലർ അല്ലാതെ വേറൊരാൾക്കും വ്യക്തമായി പറയാൻ കഴിയില്ല. CPM വർഷങ്ങളോളം വട്ടിയൂർക്കാവ് മേഖലയിൽ കാണിച്ച ഓരോ തോന്നിവാസവും ഓരോ ഗുണ്ടായസത്തിനും സുഗതൻ ഒരു നല്ല രീതിയിലുള്ള ഒരു മറുപടി കൊടുത്തു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുഗതൻ അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അതോടെ CPMന്റെ കണ്ണിലെ കരടായി സുഗതൻ മാറി. CPMന്റെ തട്ടുകമായിരുന്ന CPMന്റെ കോട്ടയായിരുന്ന വാഴോട്ടുകോണമാണ് സുഗതൻ പിടിച്ചെടുത്തത്. നിലവിൽ ആർ ശ്രീലേഖ എന്ന ശാസ്തമംഗലം വാർഡ് കൗൺസിലർ വ്യക്തമായി പറയും എങ്ങനെ സുഗതൻ ഒരു ഗുണ്ടയായെന്ന്. കഴിഞ്ഞ 10 വർഷത്തെ CPM ദുർഭരണത്തിൽ കേരളത്തിൽ ആകെ സ്റ്റേറ്റ് സ്പോൺസേഡ് ഗുണ്ട വിളയാട്ടമായിരുന്നല്ലോ. അതിനെതിരെ ധൈര്യപൂർവ്വം ചെറുത്തുനിന്ന ഒരു യുവാവാണ് സുഗതൻ. വട്ടിയൂർക്കാവിൽ ഉണ്ടായിരുന്ന സകലമാന അനധികൃത പ്രവൃത്തികളെയും ചോദ്യം ചെയ്യുകയും നാട്ടുകാർക്ക് വേണ്ടി പൊരുതി നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് സുഗതനെതിരെ ഇത്രയധികം കേസുകൾ പോലീസ് എടുത്തത്. എല്ലാം CPM നേതാക്കളുടെയും ആജ്ഞാപ്രകാരം. ഇതെല്ലാം അറിയാവുന്ന ജനമാണ് സുഗതനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത്. അത് CPMകാർക്ക് വലിയ തിരിച്ചടിയായി. 25 വാർഡുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 11 എണ്ണം BJPയും 9 എണ്ണം കോൺഗ്രസും കൊണ്ടുപോയത് അവിടെയുള്ള CPM ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കാരണമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണെന്നറിഞ്ഞപ്പോൾ തുടങ്ങി പോലീസ് എനിക്കെതിരെയും എടുത്തല്ലോ 2 കള്ളക്കേസുകൾ. കേരളത്തിൽ ഭരണം മാറി, പക്ഷേ മറ്റൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പോലീസും ജില്ലാ അധികാരികളും മറ്റുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ CPM പറയുന്നതൊക്കെ അനുസരിക്കുന്ന അടിമകളും വിധേയരുമാണ്. ജൂൺ 9 രാത്രി 9 മണിക്ക് CPM നേതാക്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകമാണ് സുഗതന്റെ വീടിന് മുന്നിൽ അരങ്ങേറിയത്. കാപ്പ പ്രതിയെ ഒരു ലോക മാഫിയ തലവനെയോ തീവ്രവാദിയോ പിടിക്കുന്നത് പോലൊന്നും പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ല. വെറുതെ 4 പേർ മാത്രമുള്ള അല്ലെങ്കിൽ വെറും 4 പേർ മാത്രമുള്ള വീട്ടിൽ ഒരു പ്ലാറ്റൂൺ സായുധ പോലീസുമായി 2 വാഹനത്തിന്റെ അകമ്പടിയോടെ ചെന്ന് വീട്ടുകാരെ, പ്രത്യേകിച്ച് 2 കുഞ്ഞുങ്ങളെ തോക്കു ചൂണ്ടി ഭയപ്പെടുത്തി അവിടെയുള്ള സ്ത്രീയുടെ മീതെ ശാരീരിക ആക്രമണം നടത്തി. അതൊന്നും പോരാതെ ആക്രമാസക്തമായ വലിയ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനെന്ന പോലെ ആകാശത്തേക്ക് വെടിയുതിർത്ത് മഫ്തി വേഷത്തിൽ ചീപ്പ് ഹീറോയിസം കാണിച്ച SHO ബിപിൻ ഒരു കമ്മ്യൂണിസ്റ്റ് പോലീസാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അയാളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM സർക്കാർ പ്രത്യേകമായി ചെങ്ങന്നൂരിൽ നിന്നുകൊണ്ട് അവിടുന്ന് നേരെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിയമിച്ചതാണ്. അതായത് നേരത്തെ ചെങ്ങന്നൂരിലായിരുന്നു ഈ ബിപിൻ അവിടെ വർക്ക് ചെയ്തിരുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പിണറായി സർക്കാർ നിയമിച്ചത് എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. അവിടെ 3ാം വട്ടവും അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ ജയിപ്പിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തിനാണ്. അത് ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ല, പക്ഷേ ആരോഗ്യമന്ത്രിക്ക് നന്നായി അറിയാം. സുഗതൻ ഗുണ്ടയല്ല, ഒരു ജനപ്രതിനിധിയാണ്, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് എന്നാണ് ശ്രീലേഖ പറയുന്നത്. സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ അല്ലാതെ ഒരാൾക്കുമെതിരെ സുഗതൻ പ്രതികരിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും ഇപ്പോഴും CPM വിധേയത്വം വിട്ടുമാറാത്ത ഒരു പോലീസുകാരനും സർക്കാരിനെ അറിയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഇത്തരം പട്ടിഷോ നടത്തി ജനസേവകരെ പീഡിപ്പിക്കുന്ന പോലീസിനെ അഭിനന്ദിക്കുക ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് അല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗം മാത്രമാണെന്ന് ജനം ധരിച്ചാൽ അതിൽ അതിശയപ്പെടേണ്ടതില്ല എന്നാണ് ശ്രീലേഖ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്.